ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാനിന്ന് എല്ലാവരും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അല്ലേ ചെയ്യാറ്, ഞാനിന്ന് വാട്ട് ഐ കുക്ക് ഇൻ എ ഡേ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നമുക്ക് കുക്കിങ് ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നും, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. പ്രത്യേകിച്ച് ജോലിക്കെല്ലാം പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ. പിന്നെ അത് കഴിക്കുന്നവരുടെ ആ ഒരു ആസ്വാദനവും കൂടി ആകുമ്പോൾ നമ്മൾ ധന്യരായി അല്ലേ. അങ്ങനെ അപ്പം ഞാനിന്ന് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. നമ്മുടെ അമ്മമാരുടെ രുചി എപ്പോൾ നമ്മുടെ വായിലുണ്ടാകും അല്ലേ. അമ്മമാർ കുക്ക് ചെയ്ത് അത് നമുക്കെപ്പോൾ ഒരു നൊസ്റ്റാൾജിയായിട്ട് മനസ്സിൽ കിടക്കും. നമ്മൾ ആ ദൗത്യമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത്. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണിക്കൂർ മുമ്പെങ്കിലും 1-2 മണിക്കൂർ മുമ്പേ കുഴച്ച് വെക്കും കേട്ടോ. 1 മണിക്കൂർ മതി, ധാരാളമാണ്. എന്നിട്ട് അതിന് ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും തിളച്ച വെള്ളവും ചേർത്താണ് കുഴക്കുന്നത്. നന്നായി ഇടിച്ച് കുഴച്ച് നല്ല പരുവത്തിൽ നല്ല ഇതാക്കി വെച്ചിട്ട് മാവ് കുറച്ച് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം കൊണ്ടോ അടച്ച് വെക്കും. കഴിഞ്ഞ് നന്നായി പരത്തി കുറച്ച് അല്പം പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുക. എന്നിട്ട് നോൺ സ്റ്റിക്കിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് ചുടുന്നത്. എന്നാലും ഒന്നും കൂടി ടേസ്റ്റ്, നല്ല മധുരം പോലെ ഉണ്ടാവും ചപ്പാത്തി. അപ്പോൾ ഉണക്ക ചപ്പാത്തി ആയിരിക്കില്ല. ചിലർ വെളിച്ചെണ്ണ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ വെളിച്ചെണ്ണ അധികം ഒട്ടും ഉപയോഗിക്കാണ്ടും ചുടുന്നവരുണ്ട്. പിന്നെ ഒട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അത് ഒരു കരി പൊടിയെല്ലാം വന്ന് കുറച്ചൊരു ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് ബാജി ഉണ്ടാക്കി. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് മുരിങ്ങ പൂവാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് തോരൻ വെക്കാൻ, ഉപ്പേരി നമ്മളിങ്ങോട്ടൊക്കെ വറവ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കും. അതിനൊരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങാപ്പൂവ് നല്ല വൃത്തിയിൽ കഴുകി പുഴുണ്ടോ എന്നെല്ലാം നോക്കി ഉള്ളിയും കൂടി ചേർത്ത് അതിൽ പച്ചമുളകും ഇട്ട് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് വെന്ത് വരുമ്പോൾ പച്ചമുളക് ഞാനൊന്ന് അതിൽ വേകുമ്പോൾ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും തേങ്ങയും കൂടി ചേർത്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തത്. നല്ല തോരനാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഞാൻ കരിവേപ്പില ഇട്ടിട്ടില്ല. ചിലപ്പോൾ ഈ മുരിങ്ങ പൂവെടുക്കുമ്പോൾ അതിൽ കുറച്ച് മുരിങ്ങയുടെ ഇലകളും പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് നല്ലൊരു തോരന, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ചോറ് അടുപ്പത്താണ് അരി വെള്ളം വെച്ചിട്ട് അലുമിനിയത്തിൻ്റെ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടാണ് ചോറ് വെച്ചത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച്. പക്ഷേ അടുപ്പത്ത് വെക്കുന്ന ചോറിന് വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ. നല്ല പൊരിയായിട്ടുള്ള ചോറായിരിക്കും. പിന്നെ ഞാൻ മീൻ വറുത്തെടുത്തു. അതിനായിട്ട് ആദ്യം മീൻ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. മത്തിയാണ്, ചാളാന്ന് പറയുമായിരിക്കും അങ്ങോട്ട്. അപ്പോൾ അതിന് നല്ല വൃത്തിയിൽ കഴുകി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നന്നായി പുരട്ടി വെച്ചിട്ടാണ് കഴുകി എടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഉപ്പും മഞ്ഞളും പുരക്കി വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ളത് കുക്ക് ചെയ്യാനെടുക്കും. ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഞാനിവിടെ നമ്മളിപ്പോൾ പ്രാവശ്യം ഒരു 1.5 കിലോ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കും. നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ആവശ്യത്തിന് കുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവരും. അപ്പോൾ ഈ മത്തി ഉണ്ടല്ലോ, ഈ കുറച്ച് വിനീഗറും ഉപ്പും മഞ്ഞളും ചേർത്ത് കഴുകിയാൽ അതിൻ്റെ ഉളുമ്പും മണമൊക്കെ മാറി ഒരു നല്ല ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്റ്റീൽ ബോക്സിൽ ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അങ്ങനെ പിന്നെ ചെയ്യുന്നത് ചെറുപയറുണ്ടാക്കി അതും ഒരു കറിയായല്ലോ, ഒഴിച്ചു കൂട്ടാനുള്ള കറിയായി. പിന്നെ മോര് ഉണ്ട്. അങ്ങനെ ചെറുപയർ പിന്നെ ഞാൻ സിമ്പിളായിട്ടാണ് തേങ്ങ അരക്കാതെ തേങ്ങ ചിരകിയൊക്കെ ഇട്ട് ഒരു പുഴുക്ക് രൂപത്തിലാണ് വെച്ചത്. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് ഉണക്കമുളകൊക്കെ കീറിയിട്ട് വെച്ചതാണ്. ഒരു സിമ്പിൾ കറി.
അപ്പോൾ അത് ഒഴിച്ചു കൂട്ടാൻ പ്രോട്ടീനുമായി, നമുക്ക് ചോറിന് നല്ലൊരു കറിയായി. വേണമെങ്കിൽ അന്ന് രാവിലെയൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതിനും ചെറുപയർ എടുക്കാം കേട്ടോ. അങ്ങനെ മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. മീൻ ഉപ്പും മഞ്ഞളും മുളകും മാത്രമേ ഞാൻ പെരക്കാറുള്ളൂ മീൻ പൊരിക്കുമ്പോൾ. ചിലർ വേറെ മസാലയെല്ലാം പെരക്കാറുണ്ട്, പക്ഷെ എനിക്ക് മത്തിക്ക് ഇത് മാത്രമാണ് ഇഷ്ടം. നന്നായി വെളിച്ചെണ്ണയിൽ നല്ലതായിട്ട് പൊരിച്ചെടുക്കുന്നത്. ചിലർ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടും ആക്കാറുണ്ട്. പക്ഷെ ഞാൻ മീൻ കഴുകുമ്പോൾ നന്നായിട്ട് ഇത് ഉപ്പും മഞ്ഞളും വിനാഗിരിയും ചേർത്തിട്ട് കഴുകി നല്ല ഉളുമ്പ് മണം മാറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ വറുത്തതും തയ്യാറായി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. ചോറ് ആയി, മീൻ വറുത്തതായി, ചെറുപയർ കറിയായി, തൈരുണ്ട്, പിന്നെന്താക്കിയത് മുരിങ്ങയില തോരനാക്കി, മുരിങ്ങപ്പൂവ് തോരനാക്കി, പിന്നെ അച്ചാറുണ്ട്. ഇതൊക്കെ പോരെ അളിയാ, നമുക്ക് നിർത്തിയാലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം തയ്യാറായി. രാത്രി ചില ദിവസം ഞാൻ ഉച്ചക്കത്തെ കറികളും തന്നെ എടുത്ത് ചോറ് തന്നെയാണ് കഴിക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും.